വന്ദനം സൃഷ്ടിസ്ഥിതിലയ ഭാവികെ, വന്ദനം സർവപുരുഷാർത്ഥ സാധികെ, വന്ദനം ലോക ശുഭസുഖദായികെ, വന്ദനം വാക്കിൻ അനശ്വരനായികെ. ഭക്തജനങ്ങളെ, സാംസ്കാരിക വിനിമയത്തിൻ്റെ ശക്തി ചൈതന്യങ്ങൾ ഉറഞ്ഞാടുന്ന ധന്യശ്രീകോവിലുകളാണ് തറവാടുകൾ. പാരമ്പര്യത്തിൻ്റെ മൂപ്പിളമ, കാലദേശാതീതമായി കുമ്പിട്ടനുഗ്രഹം തേടിയ ദൈവസങ്കേതങ്ങളായ തറവാടുകൾ ഗ്രാമീണ ജീവിതത്തിൻ്റെ തുടിതാളങ്ങളാണ്. കൂട്ടുകുടുംബ സമ്പ്രദായം അണുകുടുംബങ്ങൾക്ക് വഴിമാറിയപ്പോൾ കുറ്റിയേറ്റുപോയതാണ് പാരമ്പര്യത്തിൻ്റെ മൂപ്പിളമ, കാലദേശാതീതമായി കുമ്പിട്ടനുഗ്രഹം തേടിയിരുന്ന നമ്മുടെ തറവാടുകൾ. തറവാടി, തറവാട്ടിൽ പിറന്നവൻ എന്നൊക്കെയുള്ള പ്രശംസകൾ നിർലോഭം ഏറ്റുവാങ്ങിയിരുന്നു നമ്മുടെ പൂർവികർ. എന്നാൽ ഇമെയിലും യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും നയിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ പുതിയ കാലത്ത് തറവാടില്ലാതെ വല്ലാതെ നൊമ്പരമനുഭവിക്കുന്ന മനുഷ്യർ ഏറി വരുന്നുണ്ട്. ബന്ധങ്ങളെല്ലാം പരിധിക്ക് പുറത്താവുകയും സൗഹൃദങ്ങൾ മിസ്ഡ് കോളുകളിൽ ഒതുങ്ങുകയും ചെയ്യുന്ന വേളയിൽ കൂട്ടായ്മയും നമുക്കന്യമാകുന്നുണ്ട്. ഇവിടെയാണ് തറവാടുകൾ നമുക്ക് പകർന്നു തരുന്ന സുഹൃതത്തിൻ്റെ പ്രസക്തി. ലോകത്തിൻ്റെ ഏതു മൂലയിലായാലും തൻ്റെ കുടുംബത്തെയും ബന്ധുക്കളെയും തറവാടിനെയും ധർമ്മദൈവങ്ങളെയും ഓർക്കാത്ത മലയാളികളുണ്ടാവില്ല. പ്രത്യേകിച്ചും വടക്കൻ മണ്ണിൽ പിറന്നവർ. തറവാട്ടിലെ ധർമ്മദൈവങ്ങൾക്ക് പൂവും നീരും നൽകാതെ ഏത് ദൈവത്തിന് എന്തു കൊടുത്തിട്ടും ഫലമില്ലെന്ന് പൂർവസൂരികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അഖില ചരാചരങ്ങൾക്കും ഏറിയൊരു ഗുണം വരാൻ അനുഗ്രഹമൂർത്തികൾക്ക് പൂവും നീരും നൽകി പടിഞ്ഞാറ്റക്കകത്തും തൃക്കൊട്ടിലും കുടിയിരുത്തിയിരിക്കുന്ന ദേവസങ്കേതങ്ങളാണ് നമ്മുടെ തറവാടുകൾ. ഒരു പൂർവ്വപിതാമഹനാൽ സന്തതി പരമ്പരകളായി ഒരേ വിശ്വാസധാരയിൽ ചരിച്ചു വന്ന തറവാട്ടങ്ങൾക്കെല്ലാം ഗുണം വരുത്തുന്ന തമ്പുരാട്ടിമാർക്കുള്ള അകമഴിഞ്ഞ ആരാധനാവേളയാണ് കളിയാട്ടക്കാലം. ഉത്തരകേരളീയരുടെ മനസ്സുകളിൽ ആനന്ദദായകമായ അനുഭൂതിയാണ് കളിയാട്ടം. കളിയാട്ടമെന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ഗ്രാമീണന്റെ ഉള്ളത്തിൽ നിറയുന്ന നിർവചിക്കാനരുതാത്തൊരാഹ്ലാദ പെരുക്കമുണ്ട്. ഭക്തിയും വിശ്വാസവും കൂട്ടായ്മയുടെ കരുത്തും ബന്ധുജന സമാഗമ സൗഖ്യവും അഭിമാനോത്തേജകവുമൊക്കെ ഉൾച്ചേർന്ന ആ മനോവികാരത്തെ പ്രദാനം ചെയ്തുകൊണ്ട് രക്ഷാദേവതകൾ കമർദ്ദത്തൊരുക്കി കളിയാട്ടത്തിൻ്റെ ആരവങ്ങളിൽ ലയിക്കുകയാണ് തറവാട്ടംഗങ്ങളും കുഞ്ഞോട്ടിക്കിടാങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകൂട്ടവുമെല്ലാം.